ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് കേൾക്കണമെന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ മസാജിൻ്റെ വീഡിയോ, ഹെഡ് മസാജ്, തലയിൽ ഓയിൽ കൊടുത്തിട്ട് മസാജ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിച്ചല്ലോ. ഇനി നമുക്ക് ഇന്ന് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈകൾ മനോഹരമാക്കാനായിട്ട്. മിക്കവാറും ആൾക്കാർ മറന്നു പോകുന്നൊരു കാര്യമാണ് കൈകളും കാലുകളും വൃത്തിയാക്കി വെക്കുന്നത്. അതായത് നമ്മുടെ കൈകളൊക്കെ പെട്ടെന്ന് നമ്മളെ ഒന്നും ഓർക്കത്തില്ല. നമ്മുടെ മുഖത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഡെയിലി പായ്ക്കുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് പോകും. പക്ഷെ എന്താണ്, കൈകളെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞത്? അപ്പം നമ്മുടെ കൈകൾ ഇടയ്ക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കണം. കാരണം ഒരു ഏജ് കഴിഞ്ഞ് 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് നമ്മൾ സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുക? ചുളിവുകൾ വീഴും, അതുപോലെ തന്നെ നരമ്പൊക്കെ പിടച്ച് പൊങ്ങി വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണ്, കൈകളിൽ നന്നായിട്ടുള്ള റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഡെഡ് സ്കിന്നൊക്കെ മിക്കവാറും ആൾക്കാർക്ക് ഡെഡ് സ്കിന്ന് കാണും കയ്യിൽ, മൊരിച്ച് പോലൊക്കെ കാണും, ഒരുമാതിരി ഡ്രൈ ആയിട്ടിരിക്കും. ഇതെല്ലാം മാറി ചുളിവുകളെല്ലാം മാറ്റി അതുപോലെ തന്നെ കൈ നല്ല മനോഹരമാക്കുക, നല്ല സോഫ്റ്റായും ഷൈനിങ് ആയിട്ടും ഇരിക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മസാജും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പം നമ്മുടെ കൈക്കൊക്കെ ഇടയ്ക്ക് മസാജ് കൊടുത്തുപോലെ എന്താണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിൽ ചുളിവ് വീഴും. അതെല്ലാവരും ഓർക്കണം കേട്ടോ. പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞ വീട്ടമ്മമാരെല്ലാം അത് പ്രത്യേകം ഓർക്കണം. നമ്മുടെ കൈകൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചുളിവ് വീഴും. ഒരുപാട് പേര് വാട്സപ്പിൽ പറയുന്നുണ്ട് അവരുടെ കൈക്ക് ഡ്രൈനെസ് ആയിരിക്കുന്നു, മൊരിഞ്ചി പിടിച്ചിരിക്കുന്നു, ചുളിവുകൾ വീഴുന്നു, അതുപോലെ തന്നെ എന്താ പറയുക, നരമ്പ് പൊങ്ങി വരുന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമാണിത്. പക്ഷേ എന്താണ്, ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തു പോകണം. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഞാൻ ചെയ്തു പോകുന്നൊരു കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പം നിങ്ങളെന്താ അതുപോലെ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്തിരി കഷ്ടപ്പെടണം. ഇത്തിരി കഷ്ടപ്പെട്ടാൽ നമുക്ക് ഒത്തിരി അതിൻ്റെ ഗുണം കിട്ടും കേട്ടോ. പിന്നെ ടെൻഷൻ അടിക്കുന്നവർക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാൻ എല്ലാവർക്കും അവരുടേതായിട്ട് രീതിയിൽ ടെൻഷനുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഓവർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ് നമ്മളിൽ നിന്നും വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ എന്തിനെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആകുക. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു വിഷമാവസ്ഥയോ സങ്കടാവസ്ഥയോ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് മൈൻഡ് മാറ്റുക, വേറെ എന്തിലോട്ടെങ്കിലും ആക്റ്റീവായിരിക്കുക. അപ്പം തന്നെ നമ്മുടെ ആ ഒരു മൈൻഡിൽ നിന്ന് ആ ഒരു ടെൻഷൻ മാറിക്കിട്ടും. ഒരു വിഷമങ്ങളുണ്ട്, ആ ഒരു വിഷമം സന്തോഷത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്നവർക്ക് പോലും അത് സാധിക്കാൻ പറ്റില്ല. നമ്മുടെ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ സന്തോഷം കണ്ടെത്തണം. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻ മാറിക്കിട്ടത്തുള്ളൂ അല്ലേ? മൈൻഡ് ഒന്ന് മാറ്റി പിടിക്കുക. എന്തേലും കുറച്ച് പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയോ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് മാറ്റി പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് പകുതി ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ കണ്ണടച്ചിരുന്നുള്ള ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നിങ്ങൾ രാത്രി കാലങ്ങളിൽ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അവിടെ ഇറക്കി വെച്ചതിന് ശേഷം മനസ്സ് ഫ്രീ ആയിട്ട് ഒന്ന് ബ്രീത്തിങ് ഒക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സെന്താണ്, നല്ല രീതിയിൽ തെളിഞ്ഞു വരും. തീർച്ചയാണ് നിങ്ങളത് ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെയും വൈകിട്ടും, രാവിലെ എഴുന്നേറ്റാൽ അവിടെ നമ്മൾ കട്ടിലേന്ന് എഴുന്നേറ്റിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേക്കാതെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വെളിയിലോട്ട് തള്ളി വിട്ടതിന് ശേഷം മൈൻഡ് ഫുള്ള് പോസിറ്റീവ് നിറയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ ആ ഒരു മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. ഇങ്ങനെ ഡെയിലി ചെയ്തു പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ നല്ല റിസൾട്ട് കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നമുക്ക് നോക്കിയാലോ. നമ്മുടെ ആ റിങ്കിൾസ് കയ്യിൽ കുറയാനുള്ള. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. നിങ്ങളുടെ എന്താണ് വിലയേറിയ ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ വിലയേറിയ സ്നേഹത്തോടെയുള്ള ലൈക്കുകളാണ് എൻ്റെ എന്താ പറയുക വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ തന്നെ ഒരു ലൈക്ക് തരിക. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത് നമ്മൾ കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും ഉണ്ടാവരുത്. നമ്മുടെ മനസ്സ് ഒരുപാട് നമ്മൾ പിന്നെ എന്താ പറയുക, ദൈവത്തെ പോലെ അല്ലെങ്കിലും പകുതിയെങ്കിലും നമ്മുടെ മനസ്സൊന്ന് നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആക്കി വെക്കുക. ആരോടും കുശുമ്പും കുഞ്ഞായ്മയും വൈരാഗ്യബുദ്ധിയും ഒന്നും ഇല്ലാതാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുഖത്തൊക്കെ തന്നെ ആ ഒരു പ്രസാദം നിറഞ്ഞു നിൽക്കും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു നമ്മുടെ കയ്യിലെ ചുളിവ് മാറാനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തു പോക്കും നോക്കിയാലോ. വാ. ഇപ്പം നമ്മുടെ കയ്യിലെ ചുളിവൊക്കെ മാറി, നമ്മുടെ കൈകൾ നല്ല ചുളിവെല്ലാം മാറി നല്ല രീതിയിൽ സുന്ദരമാക്കാനായിട്ട്, അതായത് നമ്മുടെ കയ്യിലെ ചുളിവും ടാനും ഒക്കെ കരിവാളിപ്പൊക്കെ മാറി നമ്മുടെ കൈകൾ നല്ല സുന്ദരമാക്കാനായിട്ടുള്ള
സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വേണ്ട സാധനങ്ങളെ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്, ഹണി എടുത്തിട്ടുണ്ട്, ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയ്ക്കകത്തോട്ട് നമുക്ക് നാരങ്ങാ നീര് പിഴിഞ്ഞൊഴിക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4-5 തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ഗ്ലിസറിൻ, 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് ഹണി. അടുത്തതായിട്ട് വേണ്ടത് കോക്കനട്ട് ഓയിൽ, അതും ഒരു 1/2 ടീസ്പൂൺ. അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഡാർക്ക് സ്പോട്ട്, കയ്യിലും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവും, കരിവാളിപ്പുണ്ടാവും, അതെല്ലാം മാറാനായിട്ട് നല്ലൊരു സൊല്യൂഷനാണിത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലോട്ടത് പുരട്ടി എങ്ങനെയാണ് മസാജ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ പഞ്ചസാര തരിയോട് കൂടി എടുക്കണം. നല്ല രീതിയിൽ റിങ്കിൾസ് കുറഞ്ഞു കിട്ടും. ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഡെഡ് സ്കിൻ എല്ലാം നന്നായിട്ട് മാറും. നമ്മുടെ കയ്യിലൊക്കെ ആരും അത്ര ശ്രദ്ധിക്കാത്ത ഏരിയയാണ്. എല്ലാവരും മുഖത്തൊക്കെ മിക്കവാറും ആൾക്കാർ ചെയ്യും, പക്ഷേ കൈകളിൽ കാലുകളും ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. നല്ല രീതിയിൽ നമ്മുടെ ഒരു കൈക്ക് നല്ല കളറൊക്കെ കിട്ടും ഇത് നമ്മൾ ചെയ്യുവാണെങ്കിൽ. അപ്പം നമ്മൾ ആദ്യമേ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അപ്പം അതൊക്കെ വളരെ സോഫ്റ്റായിട്ടൊരു മസാജ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഈ തള്ള വിരൽ വെച്ചിട്ട് നമുക്കിവിടെ ഈ ഒരു ചില ആൾക്കാർക്കുണ്ട് ഈ നരമ്പൊക്കെ പൊങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു മസാജ് ഒന്ന് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക. ഇത്രയും ഭാഗത്ത് കേട്ടോ, ഇത്രയും ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കൈ പിടിക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. ഒന്ന് ടൈറ്റാക്കി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചുരുട്ടി പിടിക്കത്തില്ലേ, എന്നിട്ട് നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇവിടുത്തെ റിങ്കിൾസ് എല്ലാം നല്ല രീതിയിൽ കുറയും. മെയിനായിട്ട് ഇവിടെയാണ് നല്ല റിങ്കിൾസ് കാണാറുള്ളത്. ഇതൊരു 1 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ തിരിച്ച് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ഇല്ലേ ഈ ഒരു പത്തി, അവിടെ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. വീണ്ടും നമ്മൾ ആ ഒരു മിശ്രിതത്തിൽ തൊട്ടിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക. നമ്മൾ 60 സെക്കൻഡ് എണ്ണുന്ന ഒരു ടൈം കേട്ടോ, 1 മിനിറ്റ്. എന്നാലും നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. എന്നിട്ട് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഈ വിരലുകൾ ഇങ്ങനെ ഒരു മസാജ് ചെയ്യുക. ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക, പളിച്ച് വിടുക. ഇവിടെയൊക്കെ ചുളിവുകൾ വരും, അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഒരു 10-15 വട്ടം ഇങ്ങനെ ചെയ്യണം. ഒരു കയ്യിൽ ഒരു വിരലിൽ. ഞാനിപ്പോൾ അധികം ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. ഒരു 5-10 വട്ടം എങ്ങനെ ഇങ്ങനെ കൈ വലിച്ചു വിടുക. വീണ്ടും നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ പിടിക്കുക കൈ. ആദ്യം നമ്മൾ ഇങ്ങനെ പിടിച്ചില്ല, ഇനിയിപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് മസാജ് കൊടുക്കുക. നമ്മൾ ഇങ്ങനൊരു മസാജ് കൊടുക്കുക.
നല്ല രീതിയിൽ ചുളിവ് മാറിക്കിട്ടും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. ചുളിവും അതുപോലെ തന്നെ നമ്മുടെ ഒരു നരമ്പൊക്കെ പൊങ്ങിയെങ്കിൽ പ്രശ്നമൊക്കെ മാറിക്കിട്ടും. ഇനി നമ്മൾ കൈയുടെ ഇവിടം വെച്ച് ഒരു മസാജ് കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന പോലെ എല്ലാം ചെയ്താൽ മതി കേട്ടോ, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാണിക്കുന്ന പോലെ മാത്രം ചെയ്താൽ മതി. മൊത്തം കയ്യിലെല്ലാം മൊത്തം ഈ ഒരു മസാജ് കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു മിശ്രിതത്തിലോട്ട് എടുത്തിട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയി കിട്ടും നമ്മുടെ കൈ. ഞാൻ കാണിക്കുന്ന പോലെല്ലാം നിങ്ങൾ ഈ മസാജ് അടുത്ത ഈ ഒരു മസാജ് കൊടുക്കുക. അടുത്ത ഈ ചുരുട്ടി പിടിച്ചിട്ട് ഈ ഒരു മസാജ് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ കൈ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ പറ്റും. ഇത് രണ്ട് കൈയിലും നമുക്ക് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു കൈ ചെയ്തതിന് ശേഷം അടുത്ത കൈ ചെയ്യാം. പിന്നെ നമ്മൾ ഈ മിശ്രിതം തേച്ച് പിടിപ്പിക്കുക. വീണ്ടും മസാജ് കൊടുക്കുക. ഇതൊരു 1 മിനിറ്റ് ആവർത്തിക്കണം ഇങ്ങനെ കേട്ടോ. അടുത്ത ഈ ഒരു മസാജ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. നമ്മളൊരു മസാജ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മസാജ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എവിടെയാണ് മുഖമാണെങ്കിലും കൈകാലുകളാണെങ്കിലും നമുക്ക് തട്ടി കൊടുക്കണം. ഒന്ന് പാറ്റിങ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു മിശ്രിതം എടുക്കുക. വീണ്ടും നമ്മൾ റൗണ്ട് മസാജ് കൊടുക്കുക. നമ്മൾ ആ ചെയ്യുന്ന റിസൾട്ടാണ് ഏറ്റവും വേണ്ടത്. അത് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ ചുമ്മാ ഒന്ന് ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ ഇവിടെയൊക്കെ ധാരാളം റിങ്കിൾസ് കാണാറുണ്ട് ഈ കൈയുടെ വിരലിലൊക്കെ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് മാറി കിട്ടും. നല്ല മനോഹരമായ കൈകൾ നമുക്ക് സ്വന്തമാക്കാം. നമുക്ക് ഏത് കാര്യം കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ റൗണ്ട് മസാജ് കൊടുക്കുക. ഇനി നമ്മളിവിടെ കൈ പൊക്കി പിടിക്കുക. എന്നിട്ട് നമ്മൾ കൈ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഇതുപോലെ കൈ എല്ലാം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കൈ ഒന്ന് വലിച്ചു കൊടുക്കുക. ഞൊട്ട പോകുന്നുണ്ടെങ്കിൽ പുറക്കോട്ടെ. എല്ലാ കൈയിലും ഒന്ന് വലിച്ച് ഞൊട്ട ഒന്ന് വിട്ടു കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ പിടിക്കാൻ പറ്റുന്ന ആ രീതിയിലൊന്ന് പിടിച്ച്. ചില കൈകളിലൊന്നും ഞൊട്ട പോകുന്നുണ്ട്, ചിലയിടത്തൊന്നും പോകത്തില്ല. അപ്പം അത് ബലപ്പെടുത്തി വിടണ്ട. പോകുന്നിടത്ത് ആ വിരലുകളിൽ മാത്രം ഞൊട്ട പോയാൽ മതി. ഇനി നമുക്ക് ഇങ്ങനൊരു മസാജ് കൊടുക്കാം. കൈ ഇടയ്ക്കൂട്ടിട്ട് വിരലിന് ഇടയ്ക്കൂട്ടിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഒത്തിരി അടയ്ക്കണം കേട്ടോ, വളരെ സോഫ്റ്റായിട്ട് കൊടുത്താൽ മതി. ഇങ്ങനൊരു മസാജ് വേണം നമ്മൾ കൊടുക്കാം. നമുക്ക് പല ടൈപ്പിൽ ഒരുപാട് മസാജുകളുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നല്ല രീതിയിൽ കൈ എപ്പോഴും അങ്ങോട്ടേ മസാജ് ചെയ്യാവുള്ളൂ, ഇങ്ങോട്ട് ചെയ്യരുത്. കൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടുന്നാണെങ്കിലും ഒക്കെ ഇങ്ങോട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, ഇങ്ങോട്ടൊരിക്കലും മസാജ് ചെയ്യരുത്. അത് നമുക്ക് അഴുക്കാണ്. ഇനി ഈ കൈ എങ്ങനെയാണ് കഴുകിയെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. നമ്മുടെ ഈ കയ്യിൽ ഈ മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് ഒന്ന് അതേപടി നിർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കൈ വാഷ് ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ ഈ എടുത്തേക്കുന്നത് ഇളം ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം ശരിക്കും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂടുണ്ടാവും വെള്ളത്തിന്. അത്രയും ഒരു ചൂടുവെള്ളം എടുക്കണം. ഒരു അത്യാവശ്യം ചൂടുണ്ട്. നമ്മൾ പെഡിക്യൂറൊക്കെ ചെയ്യാൻ കാലൊക്കെ വെക്കത്തില്ലേ, അതേ ഒരു ചൂട് നമുക്കുണ്ട്. ആ ഒരു വെള്ളത്തിലാണ് കൈ കഴുകിയെടുക്കേണ്ടത് കേട്ടോ, പച്ചവെള്ളത്തിലല്ലേ. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ നന്നായിട്ട് നല്ല സോഫ്റ്റായെന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്. ഈ ഒരു കൈ ഇച്ചിരി പരിപരിപ്പുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കൈ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആഴ്ച 2 വട്ടം വീതം ചെയ്തു പോയാൽ മതി. പിന്നെ ഒരുപാട് റിങ്കിൾസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ നരമ്പ് പൊങ്ങിയതൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് എനിക്ക്. ഞാനിത് ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ നരമ്പ് ഇങ്ങനെ തുടിച്ച് പൊങ്ങി വൃത്തികേടായിട്ട് മാറും നമ്മുടെ കൈ. നമ്മൾ ഇടയ്ക്ക് ചെയ്തു പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും കാണത്തില്ല. അപ്പം ഇതുപോലെ ചെയ്യുകയാണ് നമ്മുടെ ആ ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് മാറി, ചുളിവുകൾ മാറും. അതുപോലെ തന്നെ എന്താ പറയുക, ടാനൊക്കെ ഉണ്ട്, കയ്യിലെ ടാൻ മാറി കിട്ടും, റിങ്കിൾസ് നന്നായിട്ട് കുറയും. അപ്പം നിങ്ങൾ ഒരുപാട് ചുളിവൊക്കെ ഉള്ളവർ നിങ്ങൾ ഒരു മാസം 2 ദിവസം ഇടവിട്ടിട്ട് ചെയ്തു പോവുക. ഒരു മാസം അങ്ങനെ. എന്നിട്ട് അതിന് ശേഷം ഒരു ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്തു പോയാൽ മതി.
ചെറിയ ചുളിവൊക്കെ ഉള്ളവരാണെങ്കിൽ എന്താണ് വല്ലപ്പോഴും ആഴ്ച 2 വട്ടം മാത്രം ചെയ്തു പോയാൽ മതി. എന്നാലും നമ്മളെ കൈ നമ്മളെപ്പോഴും ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ ആദ്യമേ നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുമ്പം നമ്മുടെ ചിലപ്പോൾ നരമ്പൊക്കെ ഒന്നുകൂടൊന്ന് പിടച്ച് പൊങ്ങി വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതല്ല, ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ മസാജ് ചെയ്തപ്പോൾ തന്നെ ഉണ്ടോ ഇവിടുത്തെ നരമ്പൊക്കെ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ മസാജ് ചെയ്തതിൻ്റെയാണ്. ഇത്തിരി കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് താന്നു പൊക്കോളും കേട്ടോ. അപ്പം ഞാൻ കാണിച്ച മസാജും കാര്യങ്ങളും ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. നല്ല രീതിയിൽ നമ്മുടെ കയ്യിലെ ചുളിവ് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരുപാട് ചുളിവുകളൊക്കെ ഉള്ളവർ മാത്രം നിങ്ങൾ അടുപ്പിച്ച് ചെയ്താൽ മതി. എന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ, അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. പിന്നെ നമുക്ക് വേറൊരു സാധനത്തിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രം മതി. നമ്മൾ കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം. നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. പക്ഷേ എല്ലാവരും എന്താണ് കെമിക്കലിൻ്റെ പുറകെ ഓടുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നേ എല്ലാവരോടും പറയാനുള്ളൂ, നിങ്ങൾ കെമിക്കൽ മറന്നേക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് പതിയാണ്. ഞാൻ എപ്പോഴും പറയുക, പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറയുക. പതിയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് പേരുണ്ട് വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങളോട് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയവർ. എന്നെ വിളിക്കുന്ന കോളുകളൊക്കെ വാട്സപ്പ് മെസ്സേജുകളും കോളുകളിലും ഒക്കെ എനിക്കത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇനിയും കാണുന്ന പുതിയ ആൾക്കാർക്ക് അവരോട് പറയുകയാണ് ഞാൻ, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു പോവുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.